സേവ് യൂണിവേഴ്സിറ്റി ഫോറം നേതാവ് ശ്രീ RS ശശികുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ RS ശശികുമാർ, അങ്ങ് അറിഞ്ഞോ ഇങ്ങനെ ഒരു ശുപാർശ? അല്ല, വാസ്തവത്തിൽ അത് ഇന്നലെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ വളരെ വിചിത്രമായ നടപടികളാണ് കേരള സർവകലാശാലയിൽ ഇറങ്ങിയിരുന്നത്. ഈ അടുത്ത ദിവസം സംസ്കൃതം അറിയാത്ത ഒരു ഗവേഷക വിദ്യാർത്ഥിക്ക് സംസ്കൃതത്തിൽ PhD കൊടുക്കുവാൻ ശുപാർശ ചെയ്ത സർവകലാശാലയാണ്. അതുകൊണ്ട് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുവാൻ അവർ ശുപാർശ ചെയ്താൽ അതിൽ അതിശയിക്കാനില്ല. കാരണം ഇതുവരെ NSS വോളണ്ടിയേഴ്സിന് അവർ ഈ സാമൂഹിക പ്രവർത്തനം നടത്തുന്നതിൽ താല്പര്യമുള്ളവരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അവർക്ക് അംഗീകാരം എന്ന നിലയിൽ ഗ്രേസ് മാർക്ക് കൊടുക്കുവാൻ സർക്കാർ ഉത്തരവുണ്ട്. അതേപോലെ NCC കേഡറ്റ്സിന് കൊടുക്കണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമുണ്ട്. യുവജനോത്സവത്തിൽ പങ്കെടുത്ത് മിടുക്കരാകുന്ന കുട്ടിയെ കലാപ്രതിഭകൾക്ക് അവാർഡ് കൊടുക്കും. ശ്രീ ശശികുമാർ പറഞ്ഞോളൂ, ഇടയ്ക്കൊന്ന് കേൾക്കാതെ. അതെ, ഈ അവസരത്തിലാണ് സർവകലാശാല യൂണിയന്റെയും കോളേജ് യൂണിയന്റെയും ഭാരവാഹികൾ ഗ്രേസ് മാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ എന്തായത്? അവർക്ക് ഇതിനേക്കാളും ഡിഗ്രി കൊടുക്കാൻ അങ്ങ് തീരുമാനിക്കുക. യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ഡിഗ്രി കൊടുക്കാൻ ഇത് 5% മുതൽ 10% വരെ മാർക്ക് കൊടുക്കുമ്പോൾ 50 മുതൽ 100 മാർക്ക് വരെ കൊടുക്കുകയാണ്. കൊടുത്തവരെ ജയിപ്പിക്കുന്നു. നാളെ അവർ PGക്ക് ചേരും. PGക്ക് ചേരുമ്പോൾ PGയിലൂടെ അവരെ PG ഡിഗ്രി എടുക്കുന്നു. പിന്നെ വേണ്ടി വന്നാൽ കേരള സർവകലാശാല പ്രത്യേക ഡോക്ടറേറ്റ് കിട്ടാനും ബുദ്ധിമുട്ടില്ല. ഞാൻ ഈ പറയാൻ കാരണം, ഈ റോഡിൽ ബസ്സിന് കല്ലെറിഞ്ഞ് നടക്കുന്നവർ മന്ത്രിമാരും സിൻഡിക്കേറ്റ് അംഗങ്ങളുമായാൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടാകും. രണ്ട് കാര്യങ്ങളാണ് സർ. ഒന്നുകിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് ആളെ കിട്ടാതായി കൂടുതൽ ആളെ എത്തിക്കാനാകാം ഇങ്ങനൊരു പരിപാടി. അതല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിരന്തരമായി, നമ്മളിപ്പോൾ കേരള യൂണിവേഴ്സിറ്റി തന്നെ എടുക്കാം. കഴിഞ്ഞ കുറേ നാളുകളായി എല്ലാ ദിവസവും അവിടെ വന്ന് സമരം ചെയ്യാൻ ആള് വേണമല്ലോ. അവരങ്ങനെ സമരം ചെയ്യുമ്പോൾ അവർക്ക് തിരിച്ചെന്തെങ്കിലും കൊടുക്കണമല്ലോ. അതുമാവാം. പക്ഷെ എന്തായാലും ശരി, അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെ പറ്റി വലിയ സംശയങ്ങളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെ പറ്റി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്തരം ഗ്രേസ് മാർക്ക് ഒരു അപഹാസ്യമാക്കുന്ന തരത്തിലേക്കല്ലേ കാര്യങ്ങൾ പോവുക? ഈ കുട്ടികളാണ് പുറത്തുപോയി ഇനി നമ്മുടെ നാടിനെ റെപ്രസെന്റ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം. ഈ കലാശാലയ്ക്ക് പുറത്ത് നമ്മളെ റെപ്രസെന്റ് ചെയ്യേണ്ട ആളുകളാണിവർ. അല്ല, ഇപ്പോൾ തന്നെ ഈ വിവരങ്ങൾ അറിയുമ്പോൾ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് എന്തായിരിക്കും മറ്റ് സംസ്ഥാനങ്ങളും വിദേശത്തുള്ളവർ കരുതുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സർവകലാശാല നടന്ന സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ വലിയൊരു പങ്ക് +2 വിദ്യാർത്ഥികളായിരുന്നു. കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇനി സമരരംഗത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് കൊടുത്താൽ അവർ വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ ഈ സിൻഡിക്കേറ്റിന് അവകാശമില്ല. ഇത് അക്കാഡമിക് പോളിസി ഡിവിഷനാണ്. അപ്പൊ അക്കാഡമിക് പോളിസി ഡിവിഷൻ എടുക്കാൻ സർവകലാശാല അക്കാഡമിക് കൗൺസിൽ, ഡീൻസും ബോർഡ് ഓഫ് സ്റ്റഡീസിനും മാത്രമേ അധികാരമുള്ളൂ. അവർക്ക് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇവര് മെജോറിറ്റിയിലെടുത്താൻ തീരുമാനം എടുക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ തടയാൻ വൈസ് ചാൻസലർ ബാധ്യസ്ഥനാണ്. ഇന്ന് രാവിലെ തന്നെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി വൈസ് ചാൻസലർക്ക് നിവേദനം കൊടുത്തിരിക്കുകയാണ്. യാതൊരു കാരണവശാലും സിൻഡിക്കേറ്റ് മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ തീരുമാനമെടുത്താലും നമ്മുടെ സർവകലാശാലയുടെ പേര് നിലനിർത്തുന്നതിന് വേണ്ടിയെങ്കിലും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉപേക്ഷിക്കുവാൻ, നടപ്പിലാക്കാൻ വീഴ്ച തയ്യാറാകരുത്. ഈ കാര്യങ്ങൾ വേണ്ടി വന്നാൽ സിൻഡിക്കേറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ വൈസ് ചാൻസലർ നടത്താൻ ബാധ്യസ്ഥനാണെങ്കിലും വൈസ് ചാൻസലർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗവർണർക്ക് റെഫർ ചെയ്യാനുള്ള അധികാരമുണ്ട്. അത്തരത്തിലെങ്കിലും കേരള സർവകലാശാലയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് വൈസ് ചാൻസലർക്ക് നിവേദനം നൽകിയിരിക്കുകയാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ എത്തേണ്ടത് പഠിക്കാൻ തന്നെയാണെന്ന് സംശയമില്ല. അവിടെ ജനാധിപത്യ ബോധം വളർത്താൻ രാഷ്ട്രീയം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ആ ബോധത്തോടു കൂടി തന്നെയാണ് നമ്മൾ പുറത്തേക്ക് വരേണ്ടത്. പക്ഷേ നിങ്ങൾ രാഷ്ട്രീയം കളിക്കാനായി മാത്രം സർവകലാശാലയിൽ വരൂ എന്ന് ആഹ്വാനം ചെയ്യുന്നതിന് തുല്യമല്ലേ സർ ഇപ്പോൾ ഈ നടക്കുന്ന ഈ ഒരു ശുപാർശ? അല്ല, യൂണിവേഴ്സിറ്റിയിൽ സംഘടനയെ ചേർന്ന് കഴിഞ്ഞാൽ, സംഘടനാ നേതാവായി കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതെന്നും നിങ്ങൾക്ക് ഡിഗ്രി കിട്ടുമെന്നും, അത് മാത്രമല്ല ഇവിടെ ഇപ്പോൾ വേറൊരു വലിയ ഗുരുതരമായ കാര്യമുണ്ട്. സംഘടനാ നേതാക്കന്മാർ സർവകലാശാലയിൽ സ്വാധീനപ്പെടുത്തി റീവാല്യുവേഷനിലൂടെ വ്യാപകമായി ജയിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ റീവാല്യുവേഷനിൽ 15% വിദ്യാർത്ഥികളാണ് ജയിക്കുന്നെങ്കിൽ ഇപ്പോൾ റീവാല്യുവേഷനിലെ കണക്കനുസരിച്ച് 60% വിദ്യാർത്ഥികൾ ജയിക്കുകയാണ്. ഇതെല്ലാം മാൽപ്രാക്ടീസ് സർവകലാശാലയിൽ നടക്കുകയാണ്. അപ്പോൾ സംഘടനത്തിൽ മെമ്പർഷിപ്പ് എടുത്താൽ, സംഘടനാ പ്രവർത്തനത്തിന് ശക്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ
ഇവർക്ക് ഡിഗ്രി ഉറപ്പാണ് എന്നുള്ള ഒരു ഉറപ്പ് ഈ സംഘടനാ നേതാക്കന്മാർ ഇവർക്ക് കൊടുക്കുന്നതിനുള്ള മെസ്സേജാണ് ഈ സിൻഡിക്കേറ്റ് ഇത്തരത്തിലുള്ള വിവരക്കേട്ട തീരുമാനമെടുക്കാൻ തയ്യാറായത്. തീർച്ചയായിട്ടും വൈസ് ചാൻസലറോട് യാതൊരു കാരണവശാലും ഈ തീരുമാനം അംഗീകരിക്കുമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്നുള്ളത് നാളത്തെ സിൻഡിക്കേറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ പറയാൻ കഴിയൂ. സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമായിരുന്നു കഴിഞ്ഞ കുറെ നാളായി കേരള സർവകലാശാലയിൽ ഉണ്ടായിരുന്നത്. ഇതിപ്പോ അടുത്തൊരു പ്രശ്നത്തിലേക്ക് പോകുമോ ഇങ്ങനെ ഒരു ശുപാർശയുമായി സിൻഡിക്കേറ്റ് മെജോറിറ്റി ഡിസിഷനുമായി എത്തുമ്പോ? അല്ല, സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. കഴിഞ്ഞ 2 മാസത്തിന് ശേഷം കൂടുന്ന സിൻഡിക്കേറ്റാണ്. സിൻഡിക്കേറ്റിന്റെ ആദ്യത്തെ ഐറ്റമായിട്ട് വച്ചേക്കുന്ന തന്നെ പുറത്താക്കപ്പെട്ട രജിസ്ട്രാർ തിരിച്ചെടുക്കുന്നതാണ്. അതിന്റെ പേരിൽ തന്നെ ഒരു സംഘർഷം ആദ്യം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. കാരണം അദ്ദേഹം വൈസ് രജിസ്ട്രാർ ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അനധികൃതമായി സർവകലാശാല കടന്ന് ഒത്തിരി ഫയലുകൾ ഡിസ്പോസ് ചെയ്യുകയും ഒത്തിരി സാമ്പത്തിക ആനുകൂല്യം കൊടുക്കുകയും ചെയ്തു. വിദേശത്തുപോയ വിദ്യാർത്ഥികൾക്ക് പാസ്പോർട്ട് ഉൾപ്പെടെ ഒപ്പിട്ട് കൊടുത്തു. ഇത് വെരിഫിക്കേഷൻ വന്നപ്പോൾ ഇങ്ങനെ ഒരു രജിസ്ട്രാർ ഈ സമയത്ത് ഇല്ലായിരുന്നു, മറ്റൊരു രജിസ്ട്രാർ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം വളരെ ഗുരുതരമായ വിഷയമാണ്. ഈ കാര്യങ്ങൾ തന്നെ നാളെ ചർച്ച ചെയ്യും. അത് കഴിയുമ്പോഴാണ് ഈ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർക്ക് ഇത്തരത്തിൽ ഗ്രേസ് മാർക്ക് കൊടുക്കാനുള്ള തീരുമാനം ചർച്ച ചെയ്യുക. തീർച്ചയായിട്ടും വളരെ സംഘർഷപൂർണമായ ഒരു അന്തരീക്ഷത്തിലായിരിക്കും നാളത്തെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നന്ദി ശ്രീ RS ശശികുമാർ. ഇപ്പോൾ കേരള സർവകലാശാല സിൻഡിക്കേറ്റിലെ BJP അംഗം ശ്രീ PS ഗോപകുമാർ